ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സേഫ് എന്ന് പറഞ്ഞു സേഫ് ആയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റിനെ കാണേണ്ടത്. ട്രംപ് പറഞ്ഞ പോലെ 4 വീക്സ് വരെ അവർ റെഡിയാണ്, വാർണർ റെഡിയാന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പം മീഡിയാസിന്റെ അതിപ്രസരം കൊണ്ട് ആളുകൾക്ക് ശരിയായ ഇൻഫർമേഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. സാബിർക്ക് അന്ന് രാവിലെ മുതൽ കുറേ കോൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മലയാളം മീഡിയാസിലൊക്കെ ഓയിൽ വിപണി ഭയങ്കര ഇടിവ് എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച വീണത്ര തന്നെ ഇന്നും വീണിട്ടുള്ളൂ. വെള്ളിയാഴ്ചക്ക് ശേഷം ശനിയാഴ്ച ഉച്ച മുതലാണ് ഈ യുദ്ധമൊക്കെ വന്നത്. ഞാൻ എല്ലാവർക്കും നിങ്ങളെ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. നിങ്ങള് 2 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ മാർക്കറ്റ് ക്യാപ്പിന്റെ പറഞ്ഞത്. അപ്പം ഒരു നെഗറ്റീവ് ന്യൂസ് വല്ലാതെ സ്പ്രെഡ് ചെയ്യാൻ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. രാവിലെ നോമ്പാണല്ലോ, രാവിലെ നേരത്തെ എണീച്ച് സിംഗപ്പൂർ നിഫ്റ്റി ഒക്കെ തുറക്കുന്ന നോക്കിയപ്പോഴും വലിയൊരു വീഴ്ച കണ്ടിട്ടില്ല. ഒരു വീഴ്ച എക്സ്പെക്ട് ചെയ്ത് നിൽക്കായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ അത് കണ്ടില്ല. ഗോൾഡ് ആണെങ്കിലും അത്ര അങ്ങോട്ട് സ്പൈക്ക് ചെയ്തിട്ടില്ല. അതെ, സ്പൈക്ക് ചെയ്തിട്ടില്ല. 5400 വരെയൊക്കെ 6000 എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നെങ്കിൽ കൂടി പാനിക്കാവേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നില്ല ഓവറോൾ. ആദ്യമായിട്ട് നമ്മൾ എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, നമ്മളെ NRI ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവർ വളരെ സേഫ് ആയിട്ട് നിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, ആദ്യം നമ്മൾ പറയുന്നത് നമ്മളെ ഇമോഷൻസും നമ്മളെ പാനിക് ഇതെല്ലാം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേണ്ടത്. കാരണം ഒരുപാട് മീഡിയാസ് അറിയാലോ, ഇപ്പം മീഡിയാസിൻ്റെ അതിപ്രസരം കൊണ്ട് ആളുകൾക്ക് ശരിയായ ഇൻഫർമേഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ സമയം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അവരാദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക. ജസ്റ്റ് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഒരു രീതിയിലേക്കാണ് നമ്മളെപ്പോഴും മാർക്കറ്റിനെ കാണേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു യുദ്ധം നടന്ന് ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടുക എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റണം. ഓക്കെ, ഇപ്പോൾ ദൈവം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇപ്പം ഇന്ന് ഇറങ്ങിയതൊക്കെ ഒരു നോർമൽ ഒരു ശതമാനം 1.25% ഒക്കെയാണ് ഇന്ന് ഇപ്പം നമുക്ക് വെച്ചാൽ ഒരു ആവറേജ് ഒരാളെ നിഫ്റ്റിയിൽ ഒരു കോടി റുപ്യ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം റുപ്യ അയാളത് പോയിട്ടുള്ളൂ. ഈ മാർക്കറ്റിൽ 7 ലക്ഷം കോടി 10 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച ഒരാളെ കേസാണ് പറയുന്നത്. അത്രേ പോയിട്ടുള്ളൂ. ഒക്കെ ഒരു 5% വീണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആവുമായിരുന്നു. പിന്നെ നമുക്കത് പറയാൻ പാടില്ല. ഓറെ എന്നും നിൽക്കണം, ഓറെ നിന്നേ തീരൂ. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിനാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 1 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ പോപ്പുലേഷൻ 1 കോടി ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ട്രംപ് പറഞ്ഞ പോലെ 4 വീക്സ് വരെ അവർ റെഡിയാണ്, വാർണർ റെഡിയാന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ 4 വീക്സ് ഈ വാർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ എത്രത്തോളം എഫക്ട് ചെയ്യും. നാളെ ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സേഫ് എന്ന് പറഞ്ഞു സേഫ് ആയിരിക്കും. അവിടെയുള്ള സിവിലിയൻസിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കൂടി ഒരു റിസ്ക് ഫാക്ടർ അവിടെ കാണുന്നുണ്ട്. കാരണം കേരളന്റെ മെയിൻ നമ്മളെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക ബാക്ക് ബോൺ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ NRI മണി തന്നെ ഉണ്ട്. വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ ക്ലയൻസിന്റെ കേസ് എടുത്താൽ ഒരു 75% പുറത്ത് നമുക്ക് NRI ക്ലയൻസ് ഉണ്ട്. അതൊക്കെ ഒരു റിസ്ക് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് നിൽക്കട്ടെ, വേഗം നിൽക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു ബ്രോഡർ സൈഡിൽ ഞാനൊരു ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം തന്നെ നോക്കിയപ്പോൾ തന്നെ ഒരു 1% അല്ലെങ്കിൽ ഒരു 3/4% ഒക്കെ മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടേ ഉള്ളൂ. പലരും പ്രതീക്ഷിച്ച് ക്രൂഡ് $100 മേലേക്ക് സിൽവർ ആണെങ്കിൽ കൂടി ഗോൾഡ് 5%, സിൽവർ 7%, ഭയങ്കര കയറ്റൊന്നും കണ്ടിട്ടില്ല, വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എല്ലാ രാജ്യങ്ങളും ഒരു ഗ്ലോബൽ എക്കണോമി ആഗ്രഹിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വാർ നിൽക്കണം എന്നുള്ളത്. കാരണം ഇതിൽ ആരും ജയിക്കുന്നില്ല സത്യത്തിൽ. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ എല്ലാവർക്കും ഇപ്പം ഓയിലിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരും. ഇത് എല്ലാ രാജ്യത്തിലും വരുമല്ലോ, ലോജിസ്റ്റിക്സ് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം എക്കണോമിക്കലി എല്ലാ രാജ്യത്തിനെയും ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ എല്ലാവരും തന്നെ കൂടിയിരുന്ന് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു ചർച്ച പോകും. പിന്നെ പാനിക് സിറ്റുവേഷൻ മാറ്റിയിട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക ഇൻവെസ്റ്റേഴ്സ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അല്ലാണ്ട് എങ്ങനെയല്ല ഇപ്പൊ ഉക്രൈൻ വാറിന്റെ സമയത്ത് 2022 നടന്ന സംഭവം എന്താ, മാർക്കറ്റ് ഒരു 5% അന്ന് വീണിട്ടുണ്ട്. 4.8%ഓളം ഒരു എക്സ്പയറി ഡേ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തേഴ്സ്ഡേ ആയിരുന്നത് 4.8% അടുത്തോളം മാർക്കറ്റ് വീണിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങള് 1.2%. കാരണം മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തത് മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ വാർ കാലാകാലം പോവാണ്, ഞങ്ങളും ആരും ഇല്ല അവിടെ. അപ്പം ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഒരുപോലെ ബാധിക്കും. അപ്പൊ ഒരു ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ ഉള്ള പോലെ തന്നെ
ബിലീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. യെസ്. അതേപോലെ തന്നെ ഞാനിപ്പം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പല എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് 2025 മാർക്കറ്റ് അത്ര പെർഫോം ചെയ്തിട്ടില്ലല്ലോ, 26 നന്നായി പെർഫോം ചെയ്യാമെന്ന്. ശരിയാണ്, 2025 അത് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. 2025 മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു മാർക്കറ്റിനകത്ത് ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമോ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തെന്നാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ്. കാരണം 5 വർഷം എടുത്തോളിയാണ്, 10 വർഷം എടുക്കണ്ട. അതെ, 5 വർഷം എടുത്താൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇയർ ഓൺ ഇയർ ഒരു 13% മിനിമം ആവറേജ് നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കോമ്പൗണ്ടഡ് ആയിട്ട്. അതെ. അപ്പൊ ആ കാരണത്താൽ ഇപ്പൊ 2025 നമ്മൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ കാണേണ്ടത് അങ്ങനെയല്ല. 2020 മുതൽ 24 വരെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ 2025 പെർഫോം ചെയ്തിട്ടാവില്ല, 2026 സ്ലോ ആയിരിക്കും. പക്ഷേ ഇത് പിക്ക് ചെയ്ത് 2027 ആകുമ്പോഴേക്ക് ഇറ്റ് വിൽ നോട്ട് ആൻഡ് ടൈം മാർക്കറ്റ്. അതെ, ആർക്കും ചെയ്യാൻ പറ്റില്ല. സ്റ്റേ ഇൻവെസ്റ്റഡ്. അതേ പറയാം. അതെ, പാനിക് സിറ്റുവേഷൻ മാറ്റാം. അതെ, സ്റ്റേ കാം.